തമിഴ്നാട്ടിൽ വീണ്ടും കസ്റ്റഡി മരണം. ശിവഗംഗയിൽ മോഷണക്കേസിൽ കസ്റ്റഡിയിലെടുത്ത 27-കാരനാണ് തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചത്. സംഭവത്തിൽ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്നു മരിച്ച അജിത് കുമാർ. മിഥുൻ MG വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്ത് സംഭവത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്നത്? ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, മെനഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ അമ്മയ്ക്കൊപ്പം ക്ഷേത്ര ദർശനമായി എത്തിയ യുവതി ഇത്തരത്തിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ താക്കോല് ഈ ജീവനക്കാരൻ, അതായത് ക്ഷേത്ര ജീവനക്കാരനാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അജിത്ത് എന്ന ആളെ അജിത്തിനെ ഇത്തരത്തിൽ താക്കോൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഈ വണ്ടി പാർക്ക് ചെയ്ത് തിരികെ താക്കോൽ നൽകുകയും ചെയ്തു. ആ സമയത്ത് കാറിലുണ്ടായിരുന്ന 9.5 പവനോളം ഉള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി പോലീസിന് നൽകുകയും ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ക്ഷേത്ര ജീവനക്കാരെ, അജിത്ത് ഉൾപ്പെടെ 6ഓളം ക്ഷേത്ര ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത് പിന്നീട് ഇവരെ പറഞ്ഞു വിടുകയും ചെയ്തു. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും അജിത്തിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ആ സമയത്ത് വാഹനത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും തിരിച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഈ അജിത്ത് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ക്രൂരമായാണ് ഇത്തരത്തിൽ അജിത്തിനെ മർദ്ദിച്ചതെന്നാണ് ഹോസ്പിറ്റലിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ കാര്യത്തിൽ, അതായത് ഈ സ്വർണ്ണമാല മോഷണം പോയി എന്നടക്കമുള്ള കാര്യത്തിൽ അത് അജിത്താണോ എടുത്തതെന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ രണ്ടാമതും എടുത്തതെന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ രാജാജി സർക്കാർ ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം പിന്നീട് മാറ്റുകയും ചെയ്തു. ആ ഹോസ്പിറ്റൽ പരിസരത്തും വലിയ രീതിയിൽ ജനം തടിച്ചുകൂടുകയും വലിയ പ്രതിഷേധത്തിലെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ സമാനമായ രീതിയിൽ ഒരു കസ്റ്റഡി മരണം തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏകദേശം 15ഓളം സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഒരു ക്ഷേത്രത്തിൽ, അതായത് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നേരെ ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്ന അജിത്തിനും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നിലവിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥരെ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നതനുസരിച്ച് നിലവിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ നടപടി, അതായത് ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടി മാത്രമാണ് ഈ പോലീസുകാരുടെ സസ്പെൻഷൻ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ പരാതി നൽകിയ യുവതി ഏത് സാഹചര്യത്തിലാണ് ഈ പരാതി നൽകിയത്, ഒപ്പം തന്നെ ഈ മാല മോഷണം പോയ ആ പ്രദേശത്ത്, അതായത് ഈ കാർ പാർക്ക് ചെയ്യുന്ന പ്രദേശത്ത് അമ്പലത്തിൻ്റെ CCTV-കൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോലീസ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ചില ആരോപണങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത അജിത്തിനെ വാഹനത്തിലിട്ട് ക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും അതേ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കസ്റ്റഡി കൊല കൂടി, അത്തരത്തിലുള്ള ക്രൂരകൃത്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ശ്രീജ, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.